അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയേക്കുന്നത് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയേക്കുന്നത് റിയാക്ഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റാണ്. അപ്പാരന്റ് വെയിറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ ലിഫ്റ്റിനകത്തുള്ള റിയാക്ഷൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന വേറെ കണക്റ്റഡ് മോഷൻ്റെ കേസുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണക്റ്റഡ് മോഷൻ, അതായത് ഒരു പുള്ളി സങ്കല്പിക്കുക. പുള്ളി മീൻസ് കപ്പി. ഒരു പുള്ളി സങ്കല്പിച്ചേക്കുന്നു. ഈ പുള്ളി നമ്മളൊരു പോയിന്റ് സസ്പെൻഡ് നിർത്തിയിരിക്കുകയാണ്. ഒരു റിജിഡ് സപ്പോർട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതിലൂടെ ഒരു സ്ട്രിങ്, ഒരു ചരട് കടത്തിയിട്ടുണ്ട്. ചരട് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കും. ഈ ചരടിന്റെ എൻഡില് 2 മാസ് അറ്റാച്ച് ചെയ്തേക്കും. ഒന്നാമത്തെ മാസ് ഞാൻ M1 എന്നും രണ്ടാമത്തെ മാസ് ഞാൻ M2 എന്നും സങ്കല്പിക്കും. അപ്പൊ 2 മാസുണ്ട്. M1 M2 എന്ന് പറയുന്ന 2 മാസുകൾ ചരടിന്റെ അറ്റത്ത് കണക്ട് ചെയ്തൊക്കെയാണ്. ആ ചരട് പാസ് ചെയ്യുന്നത് ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത പുള്ളിക്കകത്തൂടെയാണ് പാസ് ചെയ്യുന്നത്. ഞാനുള്ള എക്സാമ്പിൾ ഇവിടെ കണ്ടിട്ടുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ, ഈ 2 ബോഡിയുടെയും മാസുകൾ, അതായത് M1 M2 ഈക്വൽ ആണെങ്കിൽ ഇവന് മോഷൻ ഉണ്ടാകുന്നു. 2 ബോഡിയുടെ മാസുകൾ തുല്യമാണ്. M1 ഉം M2 ഈക്വൽ ആണ്. മാസുകൾ ഈക്വൽ ആണെങ്കിൽ ഈ ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാകുമോ ഇല്ലയോ? നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് മൂവ്മെന്റ് ഉണ്ടാകത്തില്ല. എന്താണ് മൂവ്മെന്റ് ഉണ്ടാകാത്തതിന് കാരണം? എന്തായിരിക്കും മൂവ്മെന്റ് ഉണ്ടാകാത്തതിന് കാരണം? ഫോഴ്സുകൾ പരസ്പരം ബാലൻസ് ചെയ്യും, അല്ലേ? ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് മോഷൻ ആണെങ്കിൽ, ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ആ ബോഡിക്ക് ഒരു കാരണവശാലും മോഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ ഏതൊക്കെയാണ് അയക്കുന്ന ഫോഴ്സുകൾ? M1 മാസിൽ അയക്കുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? M2 അയക്കുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? M1 മാസിൽ അയക്കുന്ന ഫോഴ്സ്, ഒന്നാമത്തെ ഫോഴ്സ് നമുക്കറിയാം, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് M1G ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് M1G ആക്ട് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ, നോ ഡൗട്ട്. ഓക്കെ ആണല്ലോ. എങ്കിൽ ഈ മാസിനെ താങ്ങി നിർത്തിയേക്കുന്ന ഫോഴ്സ് ഏതാണ്? M1G താഴെ ഒരു ചരടില് ഒരു കല്ല് കെട്ടിത്തൂക്കിട്ട് കഴിഞ്ഞാൽ കല്ലിന്റെ വെയിറ്റ് mg താഴേക്കാണെങ്കിൽ ആ കല്ലിനെ ബാലൻസ് നിർത്തുന്ന ആരാണ്? ചരടല്ലേ. ആ ചരട് കൊടുക്കുന്ന ഫോഴ്സ് വിളിക്കുന്ന പേരാണ് ടെൻഷൻ എന്ന് വിളിക്കും. ചരട് കൊടുക്കുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ. അപ്പൊ ടെൻഷൻ അങ്ങോട്ട്, ടെൻഷൻ മുകളിലോട്ട്. അപ്പൊ ഇത് T സങ്കല്പിക്കുക, ടെൻഷൻ T. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ മാസ് എടുത്തേ. M2 എന്ന മാസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ M2 മാസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ M2ലും ഇതുപോലെ ഫോഴ്സ് ആക്ട് ചെയ്യും. ഏതൊക്കെ? ഒന്ന് M2G താഴേക്ക് ആക്ട് ചെയ്യും, M2G താഴേക്ക് ആക്ട് ചെയ്യും. അതിനെ ബാലൻസ് ചെയ്യുന്നത് ടെൻഷൻ T ആയിരിക്കും. കണക്ട് ചെയ്തേക്കുന്ന സ്ട്രിങ് ഒന്ന് തന്നെയാണെങ്കിൽ, ഒരു സ്ട്രിങ് തന്നെയാണെങ്കിൽ ആ 2 എൻഡിനും കൊടുക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിരിക്കും. അപ്പൊ ടെൻഷൻ ഈസ് കോമൺ, ടെൻഷൻ കോമൺ ടെൻഷൻ. ഓക്കെ, അപ്പൊ M1 M2 ഈക്വൽ ആണെങ്കിൽ ആരൊക്കെ ബാലൻസ് ചെയ്യും പറഞ്ഞേ? M1 M2 ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഈ ബ്ലോക്കിന് യാതൊരു കാരണവശാലും മൂവ്മെന്റേ ഉണ്ടാകുന്നില്ല. ഒരു കാരണവശാലും ബ്ലോക്ക് മൂവ് ചെയ്യുന്നില്ല, ശരിയല്ലേ? അപ്പൊ ബ്ലോക്ക് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ താഴേക്കും മുകളിലേക്കുള്ള ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ T ബാലൻസ് ചെയ്യുന്ന ആര്? M1G. T ബാലൻസ് ചെയ്യുന്ന ആര്? M2G. T രണ്ടും തുല്യമാണെങ്കിൽ M1G M2G തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ M1 M2 തുല്യമായിരിക്കും. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഇതല്ല. ഈ 2 മാസുകളിൽ ഏതെങ്കിലും ഒരു മാസ് കൂടുതലാണെങ്കിലോ? അപ്പൊ ഞാൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഇഫ് M2 രണ്ടാമത്തെ മാസ് M2 ഗ്രേറ്റർ ദാൻ M1 ആയിരുന്നെങ്കിലോ? ഈ മാസ് വലിയ മാസ്, ഈ മാസ് ചെറിയ മാസമായിരുന്നെങ്കിൽ ബ്ലോക്ക് ഇന്ത്യ തന്നെ. M2 മാസുള്ള ബോഡി എങ്ങോട്ട് പോകും? ഇത് മാസ് കൂടുതലാണ്, അപ്പൊ വെയിറ്റ് കൂടുതലാണ്, ഇവൻ താഴേക്ക് പോകത്തില്ലേ? അപ്പൊ M1 മുകളിലേക്ക്. അപ്പൊ M2 താഴേക്ക് പോകും, M1 മുകളിലോട്ട് പോകും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ബോഡികൾ ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ മറ്റേ താഴേക്ക് പോകും. അപ്പൊ രണ്ടും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന വെലോസിറ്റി ചേഞ്ച് അല്ലെങ്കിൽ ആക്സിലറേഷൻ സെയിം അല്ലേ? ഇവൻ മുകളിലോട്ട് പോയി, അതേ സ്പീഡിൽ M2 താഴേക്ക് പോയി. M1 എത്ര സ്പീഡിൽ മുകളിലേക്ക് പോയോ അത്രയും സ്പീഡിൽ എന്ത് ചെയ്തു? അത്രയും സ്പീഡിൽ M2 താഴേക്ക് എടുത്തു.
M1 മുകളിലേക്ക് M2 താഴേക്ക്. അപ്പോൾ രണ്ടിനുണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്ന് വെച്ചാൽ ആക്സിലേഷൻ വിൽ ബി സെയിം. അപ്പൊ കോമൺ ആക്സിലേഷൻ. അപ്പൊ എങ്ങനെയാണ് ബ്ലോക്കിന്റെ മോഷൻ പറഞ്ഞ് M1 M2 ഗ്രേറ്റർ ദാൻ M1 ആണെങ്കിൽ M2 മാസ് വലുതും M1 മാസ് ചെറുതുമാണെങ്കിൽ M2 മൂവ്സ് ഡൗൺ വേർഡ്. അപ്പൊ M2 താഴേക്ക് മൂവ് ചെയ്യുന്നു വിത്ത് ആക്സിലേഷൻ E ആണെങ്കിൽ M1 മുകളിലോട്ട് മൂവ് ചെയ്യുന്നു വിത്ത് ആക്സിലേഷൻ E. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് ബ്ലോക്കിന്റെയും ഫോഴ്സുകൾ ആലോചിക്കുക. T മുകളിലോട്ടുണ്ട്, M1T താഴേക്കുണ്ട്, പക്ഷെ ബ്ലോക്ക് പോകുന്നത് മുകളിലോട്ടാണ്. രണ്ടാമത്തെ M2ന്റെ കേസ് എടുക്കുമ്പോൾ M2G താഴേക്കാണ്, T മുകളിലേക്കാണ്, പക്ഷെ ബ്ലോക്ക് പോകുന്നത് താഴേക്കാണ്. ഇനി രണ്ട് ബ്ലോക്കിന്റെയും ഇക്വേഷൻസ് പ്രത്യേകം സോൾവ് ചെയ്യാം. രണ്ട് ബ്ലോക്കിന്റെ മോഷൻ പ്രത്യേകം എഴുതാൻ പോകും. എങ്ങനെ? ഈ ബ്ലോക്ക് മാത്രം എടുത്താൽ നമ്മൾ കണക്റ്റഡ് സിസ്റ്റം സങ്കല്പിക്കുമ്പോൾ ഒരു ബ്ലോക്ക് മാത്രം ഒരു സിസ്റ്റമായിട്ട് എടുക്കുക. തൽക്കാലം ഒരു ബ്ലോക്ക് മാത്രം ഒരു സിസ്റ്റം. ആ ബ്ലോക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫോഴ്സുകൾ നോക്കുക. ആ ഫോഴ്സുകളിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും, എങ്കിലേ ബ്ലോക്ക് മൂവ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഈ M1 മാസ് എടുത്താൽ ഫോർ M1 മാസ് എടുത്താൽ പറ ഏത് ഫോഴ്സ് വരുന്നത്? ഈ ബ്ലോക്ക് എങ്ങോട്ടാ പോകുന്നത്? M1 മാസ് എങ്ങോട്ടാ പോകുന്നത്? M1 മാസ് പോകുന്നത് മുകളിലേക്കാണ്. മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വലുത്, താഴേക്കുള്ള ചെറുത്. അപ്പൊ ഏത് വലുത്? T വലുത്, M1G ചെറുത്. എങ്കിലേ ബ്ലോക്ക് മുകളിലോട്ട് പോകുള്ളൂ. ഏത് ഡയറക്ഷനിൽ ബ്ലോക്ക് മൂവ് ചെയ്യണോ തീരുമാനിക്കുന്ന ഫോഴ്സ് ആണ്. ഏത് ഡയറക്ഷനിലെ ഫോഴ്സ് ആണോ വലുത് ആ ഡയറക്ഷനിലേ ബ്ലോക്ക് മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലെ ഫോഴ്സ് വലുത്. അപ്പൊ ഏത് വലുത്? T വലുത്, M1G ചേർന്നത്. അപ്പൊ ഹിയർ T ഗ്രേറ്റർ ദാൻ M1G. എങ്കിൽ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എത്ര? If the two forces are in opposite direction, what's the resultant force? എഴുതാം. റിസൾട്ടന്റ് ഫോഴ്സ് F net is equal to T minus M1G എന്നെഴുതാം. T minus M1G. പക്ഷെ നമുക്കറിയാം സെക്കൻഡ് ലാ പ്രകാരം റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും MA അല്ലേ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലേഷൻ ആണ്. പക്ഷെ മാസ് എത്ര? M1 മാസ്. മൂവിങ് ആക്സിലേഷനോ A ആക്സിലേഷൻ. അപ്പൊ നെറ്റ് ഫോഴ്സ് ഓൺ ബ്ലോക്ക് M1 എത്ര? M1 into A. ദാറ്റ് ഈസ് M1A ഈക്വൽ ടു T minus M1G എന്ന് കിട്ടിയോ? ഇക്വേഷൻ നമ്പർ 1. M1A is equal to T minus M1G എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ ഒരു ബ്ലോക്കിന്റെ ഇക്വേഷൻ ആയി. ഇനി രണ്ടാമത്തെ ബ്ലോക്കിന്റെ ഇക്വേഷൻ ഇതുപോലെ എഴുതി നോക്കുക. സെക്കൻഡ് ബ്ലോക്കിന്റെ ഇക്വേഷൻ എഴുതിയാൽ സെക്കൻഡ് ബ്ലോക്കിൽ M2 ആണ് മാസ്. മുകളിലേക്കും താഴേക്കുള്ള ഫോഴ്സുകൾ നോക്കുക. മുകളിലേക്കുള്ള ഫോഴ്സ് T ആണ്, താഴേക്കുള്ള ഫോഴ്സ് M2G ആണ്. ഏതാ വലുത്? അത് തീരുമാനിക്കുന്ന ആരാ? ബ്ലോക്ക് എങ്ങോട്ടാ പോകുന്ന? ബ്ലോക്ക് മൂവ്സ് ഡൗൺവേർഡ് അല്ലേ? അപ്പൊ ഡൗൺവേർഡ് ഫോഴ്സ് ആയി M2G വലുതും അപ്വേർഡ് ഫോഴ്സ് ആയി T ചെറുതും. അപ്പൊ ഫോർ ബ്ലോക്ക് M2 എടുത്താൽ M2 എടുത്താൽ എന്താ? M2G എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ T ആണ്. താഴേക്കുള്ള ഫോഴ്സ് വലുതും മുകളിലേക്കുള്ള ചെറുതും. അപ്പൊ നെറ്റ് ഫോഴ്സ് എത്ര? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ഡിഫറൻസ് എടുത്താൽ മതി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ നെറ്റ് ഫോഴ്സ് എത്ര? നെറ്റ് ഫോഴ്സ് M2G മൈനസ് T. ഇൻഡിക്കേഷൻ കിട്ടിയോ? ഇൻഡിക്കേഷൻ കിട്ടി. ഈ രണ്ടിക്കേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എയും കിട്ടും ടിയും കിട്ടും. ഈ രണ്ടിക്കേഷൻ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1/2 എടുത്താൽ എന്ന് വരും. 1നെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻസിന്റെ LHS ആദ്യം ഡിവൈഡ് ചെയ്യുക, ദെൻ RHS ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് M1A by M2A ഈക്വൽ ടു T minus M1G by M2G minus T. A and A കട്ട് ചെയ്ത് പോയി, എയും എയും കട്ട് ചെയ്ത് പോയി. എന്നിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
that is m1 into m2g minus t equal to m2 into t minus m1g. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, m1 m2g minus m1t equal to m2t minus m1 m2g. ഈ മൈനസിങ് ഇപ്പുറം വരുമ്പോൾ അത് 2m1 m2g ആവും. m1t അപ്പുറം പോകുമ്പോൾ പ്ലസ് m1t ആയി. അപ്പൊ എന്തായി? 2m1 m2g is equal to m1 plus m2 into t എന്ന് കിട്ടി. അപ്പൊ t is equal to 2m1 m2g by m1 plus m. ഇതാണ് കോമൺ ആക്സിലറേഷൻ. കോമൺ ആക്സിലറേഷൻ കിട്ടിയോ? രണ്ട് ബ്ലോക്കും കൂട്ടിയപ്പോൾ രണ്ട് ബ്ലോക്കിന്റെ ഇക്വേഷൻസിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തിനു ഡിവൈഡ് ചെയ്തപ്പോൾ കോമൺ ആക്സിലറേഷൻ, കോമൺ ടെൻഷൻ കിട്ടി. ആക്സിലറേഷൻ അല്ല, ടെൻഷൻ കിട്ടി. ഇനി കോമൺ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ കോമൺ ആക്സിലറേഷൻ? കോമൺ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കോമൺ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 plus 2 എടുത്ത് നോക്കി. ഇക്വേഷൻ 1 plus 2 എടുത്ത് നോക്കുക. 1 plus 2 gives. ഇക്വേഷൻ 1 2 ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് ചെയ്താം? m1a plus m2a LHS equal to right side t minus m1g plus m2g minus 3. ഒരു t ക്യാൻസൽ ആയി. ബാക്കി എത്രയുണ്ട്? a into m1 plus m2 equal to m2 minus m1 into g എന്ന് കിട്ടും. So a is equal to m2 minus m1 into g by m1 plus m2 എന്ന് കിട്ടും. അപ്പൊ സിസ്റ്റത്തിന്റെ കോമൺ ആക്സിലേഷനും കോമൺ ടെൻഷനും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ രണ്ട് ബ്ലോക്ക് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആക്സിലേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് മാസുകളുടെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് ബൈ ഡിഫറൻസ് ബൈ ടോട്ടൽ മാസ് എടുത്താൽ എന്തായി? കോമൺ ആക്സിലേഷൻ ആയി. അപ്പൊ കോമൺ ആക്സിലേഷനും കോമൺ ടെൻഷനും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം.